ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുമിത്രയെ ഒന്ന് കയ്യിലാക്കാമെന്ന് സിദ്ധു വിചാരിച്ചു. സുമിത്രയുടെ ഈ ഒരു അവസ്ഥയിൽ സിദ്ധുവിന് സുമിത്രയെ സഹായിക്കണം, അല്ലെങ്കിൽ ഒരു കൈത്താങ്ങാകണം എന്ന് പറയാനുള്ള ഒരു വെമ്പലോട് കൂടി വന്നപ്പോൾ ചുവടെ വെട്ടിയെന്ന് തന്നെ പറയാം ആ ആഗ്രഹത്തെ നമ്മുടെ സുമിത്ര പറഞ്ഞങ്ങ് തുടങ്ങുന്നതേ നമ്മുടെ സുമിത്രയ്ക്ക് കാര്യം മനസ്സിലായി, സിദ്ധു എങ്ങോട്ടാണ് ഈ റൂട്ട് മാപ്പ് കൊണ്ടുപോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ സുമിത്ര പറഞ്ഞു, തൻ്റെ ജീവിതത്തിൽ തനിക്കിനി ആരുടെയും ആവശ്യമില്ല, ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ചങ്കൂറ്റമുണ്ട്, എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ട് എന്ന കാര്യങ്ങൾ. അപ്പോൾ സുമിത്ര അത് പറഞ്ഞപ്പോഴത്തേക്കും സിദ്ധു ഉദ്ദേശിച്ച കാര്യം നടക്കില്ല എന്ന് സിദ്ധുവിന് മനസ്സിലായി. എന്തായാലും സിദ്ധുവിൻ്റെയും സുമിത്രയുടെയും സംസാരം കേട്ട് വന്ന് നമ്മുടെ പൂജയ്ക്ക് മനസ്സുകൊണ്ട് സമാധാനമായി. അങ്ങനെ സുമിത്രയും പൂജയും കൂടി നിന്ന് സംസാരിക്കുകയാണ് ഇതിന് ശേഷം. അപ്പോൾ അമ്മ എടുത്ത തീരുമാനം എത്രയായാലും നന്നായി അമ്മേ, കാരണം അമ്മയെ സഹായിക്കാൻ ഒരു കൈത്താങ്ങാകുക എന്നുള്ളതായിരുന്നു അമ്മയുടെ ഈ ഒരു അവസ്ഥയിൽ അമ്മയെ കൂടെ നിർത്തുക എന്നുള്ളതായിരുന്നു സിദ്ധു അങ്കിള് ഉദ്ദേശിച്ചത്. പക്ഷേ അങ്കിളത് പറയുന്നതിന് മുമ്പ് തന്നെ അമ്മ കൈ നീട്ടി അത് വേണ്ട എന്ന് കാട്ടി. അതുകൊണ്ട് തന്നെ അത് ചെയ്ത കാര്യങ്ങളെല്ലാം നല്ലതാണെന്നും പറഞ്ഞു. ഇനിയും അമ്മയുടെ ജീവിതത്തിൽ അമ്മ തോറ്റുപോയിട്ടില്ലെന്നും അമ്മയുടെ വിൽ പവർ അങ്ങനെ തന്നെ ഉണ്ടെന്നും അമ്മ സിദ്ധുവിന് മനസ്സിലാക്കി കൊടുത്തത് എന്തുകൊണ്ടും നന്നായി എന്ന് പറയാം. അങ്ങനെ സുമിത്രയും സിദ്ധുവും തമ്മിലുള്ള രഹസ്യ സംഭാഷണം കേട്ടതിന് ശേഷം പൂജ തൻ്റെ തീരുമാനം സുമിത്രയോട് പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് വളരെ സന്തോഷമായി. കാരണം പൂജ ഒരിക്കലും തന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ല, തന്നെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു മകളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സുമിത്രയും പൂജയും തമ്മിലുള്ള സംസാരത്തിൽ എൻ്റെ അമ്മയെ തോൽപ്പിക്കാനായിട്ട് ഒരു ശക്തികൾക്കും കഴിയില്ലെന്നും അമ്മയ്ക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ വിൽ പവർ അമ്മയുടെയും മകൾക്കുണ്ടെന്നുള്ള കാര്യങ്ങളും പൂജ ഇങ്ങനെ സുമിത്രയോട് പറയുക. അതുകൊണ്ട് ആരുടെ മുന്നിലും നമ്മൾ തോറ്റുപോവില്ലമ്മേ, നമ്മൾ നേടിയെടുക്കാനുള്ളത് നേടിയെടുക്കുക തന്നെ ചെയ്യും. എന്തായാലും സിദ്ധുവങ്ങളിന് കുറച്ചൊക്കെ ഭേദമായി കഴിയുമ്പോൾ സിദ്ധുവങ്ങൾ ഇവിടെ നിന്ന് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതോടുകൂടി സിദ്ധുവങ്ങളിനി ഇവിടെ നിൽക്കാനുള്ള എല്ലാ ചാൻസും വളരെ കുറവാണ്. അതുകൊണ്ട് അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു മകൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. എന്തായാലും പൂജമോള് അമ്മയെ തെറ്റിദ്ധരിച്ചിട്ടില്ല, അമ്മയോടുള്ള സ്നേഹം അങ്ങനെ തന്നെ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സുമിത്രയും സമാധാനിച്ചിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ അവരുടെ സംസാരങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. പക്ഷേ ശീതളിനാണെന്നുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല. ശീതൾ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്ത് തീരുമാനം എടുക്കണമെന്ന് ശീതളിന് അറിയില്ല. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഇതേ നമ്മുടെ സരസ്വതി അമ്മ വരുന്നത്. ശീതൾ ഇരിക്കുന്നതും ശീതളിൻ്റെ ഈ മട്ടും മാതിരിയൊക്കെ കണ്ട് അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ ശീതള നീ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല, ഞാൻ വെറുതെ ഇരുന്നത് അച്ഛമ്മയെന്ന് പറഞ്ഞപ്പം നീ വെറുതെ ഇരിക്കുന്നതൊന്നും അല്ലെന്ന് അച്ഛമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. നിന്റെ മനസ്സിൽ മുഴുവൻ ആകെ ടെൻഷനും ആകെ ഒരു പരിഭ്രമമാണെന്നുള്ള കാര്യങ്ങളും എനിക്കറിയാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യമാണ് പറയാനുള്ളത്. ജീവിതം നിന്റെയാണ്. അവിടെ അച്ഛൻ്റെ തീരുമാനവും അമ്മയുടെ തീരുമാനവും ഒന്നുമല്ല നോക്കേണ്ടത്, മറിച്ച് നിന്റെ തീരുമാനമാണ്. നീ ജീവിക്കേണ്ടത് ആരുടെ കൂടെയാണെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അതിനുള്ള തീരുമാനം എടുക്കാനുള്ള ഉത്തരവാദിത്വവും നിനക്കാണെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും ശീതളിനെ അവിടെ നിന്ന് ഓടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നമ്മുടെ സരസ്വതി അമ്മയ്ക്കുള്ളൂ. അങ്ങനെ ശീതളിനെ ബ്രെയിൻ വാഷ് ചെയ്ത് സച്ചിൻ്റെ കൂടെ പോകുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യബോധമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ പുള്ളിക്കാരി. അങ്ങനെ ശീതളിനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അതിനൊന്നും എസ് എന്നോ നോ എന്നോ ശീതൾ പറഞ്ഞില്ല. ഇതെല്ലാം കേട്ട് ശീതൾ ഇങ്ങനെ തലയാട്ടിയ വിഷമിച്ച് തന്നെ അങ്ങനെ ഇരിക്കുക. എന്തായാലും പറഞ്ഞു കൊടുത്തിട്ട് സരസ്വതി അപ്പുറത്തേക്ക് പോയി. ശീതളാണെങ്കിൽ അവിടെ വിഷമിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ സിദ്ധുവിൻ്റെ കൂട്ടുകാരനെ വിളിച്ചു വരുത്തുന്നു അയാളോട് കാര്യങ്ങൾ സംസാരിക്കാൻ, അതായത് നമ്മുടെ അനിരുദ്ധിനെ കുറിച്ച്. അങ്ങനെ സിദ്ധുവിനെ കാണാൻ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ താൻ വന്നോ എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സാറ് എന്തിനാ എന്നോട് വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ തന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് സിദ്ധു പറഞ്ഞു. സുമിത്ര ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം അനിരുദ്ധിന് ഈ നിമിഷം വരെ അറിയില്ല. സുമിത്ര മരിച്ചു പോയി എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അനിരുദ്ധ് ഇന്നും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അനിരുദ്ധ് ഒരിക്കലും എന്നോട് അടുക്കാനോ അല്ലെങ്കിൽ എന്നോടൊന്ന് അടുത്തിടപഴകാൻ പോലും ശ്രമിക്കില്ല. ഞാൻ ചെയ്ത ദ്രോഹങ്ങളും ഞാൻ ചെയ്ത തെറ്റുകൾ മാത്രമാണ് അവൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ അനിരുദ്ധ് ഒരിക്കലും എൻ്റേതാവില്ലെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ എന്ന് ചോദിച്ചപ്പം താൻ അനിരുദ്ധിനെ വിളിക്കണം, സുമിത്ര ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം അനിരുദ്ധിനെ അറിയിക്കണം. അനിരുദ്ധ് അതറിഞ്ഞാൽ തീർച്ചയായും ഓടി വരും. അങ്ങനെ അനിരുദ്ധ് സുമിത്ര ജീവനോടെ ഉണ്ടെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അനിരുദ്ധിനെ തിരിച്ചു കിട്ടുകയുള്ളൂ. മാത്രമല്ല പിന്നെ അനിരുദ്ധ് സുമിത്രയ്ക്ക് ഒരു താങ്ങാവുകയും ചെയ്യും. അവരെ തമ്മിൽ അടുപ്പിക്കാൻ അടുത്തിടപഴകാൻ അല്ലെങ്കിൽ അവരെ തമ്മിൽ പരസ്പരം കാണിക്കാതിരിക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നുണ്ടോ അവരൊക്കെ മറനീക്കി പുറത്തു വരികയും ചെയ്യും. അതുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും സുമിത്ര ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യവും സുമിത്രയുടെ വീടിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം താൻ പറയണം.
അനിരുദ്ധിനെ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരി അത് ചെയ്യാമെന്ന് ഇയാൾ സമ്മതിച്ചു. അങ്ങനെ ഇയാൾ നേരത്തെ സിദ്ധുവിൻ്റെ അടുത്ത് നിന്ന് പോയി. അത് കഴിഞ്ഞിട്ട് അനിരുദ്ധിനെ വിളിക്കുക. അപ്പോൾ ഇയാളുടെ നമ്പറാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ എടുക്കാൻ ആകെ ഒരു വിമിഷ്ടം പോലെ നമ്മുടെ അനിരുദ്ധിന്. പക്ഷേ ഇയാളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എടുക്കാതിരിക്കാനും കഴിയാത്തത് കൊണ്ട് എടുത്തു. അപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടാണ് അങ്കിൾ വിളിച്ചതെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അനിരുദ്ധ് എന്തിനു വേണ്ടിയിട്ടാണ് അച്ഛനെ ഇങ്ങനെ വെറുക്കുന്നത്, അച്ഛനോട് ഇത്രത്തോളം വെറുപ്പൊന്നും കാണിക്കരുതെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അച്ഛനോട് എനിക്ക് സ്നേഹമുണ്ട്, അച്ഛനെ കാണാൻ വരണമെന്നും അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നും എനിക്കുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും അച്ഛൻ പണ്ട് ഞങ്ങളോടൊക്കെ ചെയ്ത ക്രൂരതകളുടെ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പിന്നീട് അച്ഛനെ കാണണമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നും സ്വയം വലിഞ്ഞു മാറാനേ തോന്നുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ചേട്ടൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്, അച്ഛന് ശരിക്കും തീരെ വയ്യാതിരിക്കുകയാണ്, അനിരുദ്ധിനെ കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, മാത്രമല്ല അനിരുദ്ധ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യവും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ സന്തോഷിക്കണമെങ്കിൽ എൻ്റെ അമ്മ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയണം, അതിനപ്പുറം മറ്റൊരു സന്തോഷവും എനിക്കില്ല എന്നിങ്ങനെ പറയാം. എൻ്റെ അമ്മ ഉണ്ടായിരുന്നതാണ് എൻ്റെ സന്തോഷം, എൻ്റെ അമ്മ പോയതോടുകൂടി ആ ഒരു സന്തോഷം പോയി എന്നുള്ളൊരു കാര്യം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ വിശ്വാസമൊക്കെ തെറ്റായിരുന്നു അനിരുദ്ധ്. തൻ്റെ അമ്മയെ കാണണമെന്നുണ്ടെങ്കിൽ താൻ വരണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനിരുദ്ധ് ഞെട്ടി. അമ്മയെ കാണുന്നു, വരാനോ, എങ്ങോട്ട് വരാൻ, മരിച്ചുപോയ എൻ്റെ അമ്മയെ ഞാൻ എങ്ങനെ കാണുമെന്ന് ചോദിച്ചപ്പോഴേക്കും അതൊക്കെ തന്നോട് വിശദമായി തന്നെ പറയാം, താൻ വരണം, ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്ന വീട്ടിലേക്ക് വരണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അനിരുദ്ധിനോട് പറയാം. അപ്പം അനിരുദ്ധിനോട് അത് പറഞ്ഞപ്പോൾ ശരി, അപ്പം അമ്മയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനായിരിക്കും, അല്ലെങ്കിൽ അറിയാൻ പറ്റുമല്ലോ, അപ്പോൾ അത് പോവുകയാണെങ്കിൽ വളരെ മെച്ചമുള്ള കാര്യമാണല്ലോ, പോയേക്കാന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ആ ചേട്ടനോട് വരാമെന്ന് സമ്മതിച്ചു. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം അനിരുദ്ധിനോട് പറഞ്ഞതും അനിരുദ്ധ് പറഞ്ഞതുമായ കാര്യങ്ങൾ ഈ ചേട്ടൻ നേരെ സിദ്ധുവിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ സിദ്ധുവിനും അത് വളരെ സന്തോഷമായി. അപ്പോഴും സുമിത്രയും മകനും പരസ്പരം കാണുന്നതിൻ്റെ ആ ഒരു ത്രില്ലിലാണ് നമ്മുടെ സിദ്ധു ഉള്ളത്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സരസ്വതി അമ്മ ഇരുന്ന് ചായ കുടിക്കുന്നു, ശീതളാണെങ്കിൽ സരസ്വതി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, ഓരോന്നൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ നമ്മുടെ സിദ്ധു ഇവരുടെ അടുത്തേക്ക് വരുക. ഇവരുടെ അടുത്തേക്ക് അപ്പോൾ സിദ്ധുവിന് ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശീതളാണ് അച്ഛന് ഫുഡൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട് തുടങ്ങണം. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടെന്നുള്ള രീതിയിൽ സിദ്ധു ഇങ്ങ് വന്നു, ഇവരുടെ അടുത്ത് നിൽക്കുന്നു. സരസ്വതി അമ്മ മകനെ കണ്ട ഭാവം പോലും ഇല്ല, ഇരുന്ന ചായ കുടി. അപ്പം അങ്ങനെ സിദ്ധു ഇങ്ങ് വരികയല്ല. പെട്ടെന്ന് സിദ്ധുവിൻ്റെ നെഞ്ചിനകത്തു നിന്ന് ചെറിയൊരു വേദന പോലെ വേഗം സിദ്ധു നെഞ്ച് പൊത്തിപ്പിടിച്ചു. ഒരു സെക്കൻഡ് നേരത്തേക്ക് സിദ്ധു ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. പെട്ടെന്ന് സിദ്ധു കുഴഞ്ഞിങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്ക് ശബ്ദം കേട്ട് ഇവർ നോക്കി വേഗം സരസ്വതി അമ്മയും ശീതളും കൂടി ഇങ്ങനെ പിടിക്കുവാണ്. അങ്ങനെ താങ്ങി പിടിച്ചു. അയ്യോ മോളെ, ഇനിയിപ്പോൾ എന്താ മോളെ ചെയ്യേണ്ടത്, എന്നാ മോനെ സിദ്ധു നിനക്ക് എന്താണ് പറ്റിയെന്നൊക്കെ സരസ്വതി അമ്മ ചോദിക്കുന്നു. അച്ഛാന്ന് വിളിച്ചു ശീതളും. അങ്ങനെ സിദ്ധു വീണ്ടും ഒരു അപകട നിലയിലേക്ക്, ഒരു മരണത്തിൻ്റെ വക്കിലേക്ക് എത്തിപ്പെടുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ നാളത്തെ കഥ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.